എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ബാലചന്ദ്രൻ തൻ്റെ കാറിൽ അതിവേഗത്തിൽ ഹൈവേയിലൂടെ പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അലീനയും വൈജയന്തിയും സംബന്ധിക്കുന്ന രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള യാത്രയിലാണ് ബാലചന്ദ്രൻ. ആഗ്രയിലോട്ടാണ് ബാലൻ പോകുന്നത്. ഈ സമയം ബാലൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോന്നായി ഓർക്കുന്നു. മനുശങ്കറും താനും കൂടെ ചേർന്ന് അലീനയെ ഓർഫനേജിൽ നിന്ന് എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അന്ന് താൻ മനുവിനോട് ആ ചോദ്യം ചോദിച്ചിരുന്നു. പാലായിൽ അത്രയും ഹോം നേഴ്സുകളുള്ള സമയത്ത് മുത്തശ്ശൻ എന്തിനാണ് ഇത്രയും ദൂരം ഇവിടെ വന്ന് അതും അലീനയെ തന്നെ ഹോം നേഴ്സായി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടത്? മനുവിന് അലീനയെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളെല്ലാം അറിയാമായിരുന്നുവെങ്കിലും അന്ന് പക്ഷേ ഒന്നും അറിയില്ല എന്ന മട്ടിലാണ് മനു മറുപടി നൽകിയത്. അത് പണ്ട് തൊട്ടേ അപ്പൂപ്പൻ ബ്രിജീതാമ്മയ്ക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നല്ലോ. അപ്പോൾ പുള്ളി അതുകൊണ്ടായിരിക്കും അലീനയെ തന്നെ ഹോം നേഴ്സായി വേണമെന്ന് നിയമിച്ചത്. ഇത് കേട്ടിട്ട് ഒട്ടും വിശ്വാസം വന്നില്ലെന്ന മട്ടിൽ ബാലചന്ദ്രൻ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കൈതയ്ക്കൽ കുഞ്ഞിരാമൻ മേനോൻ വക ചാരിറ്റി അല്ലേ? ഇത് പക്ഷേ കേൾക്കുന്ന മനു മറുപടിയായി, ചിലപ്പോൾ മുത്തശ്ശന് നമ്മളാരും കാണാത്ത നന്മയുടെ ഒരു മുഖമുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് ബാലനോടായി ഒഴിയാൻ നോക്കുന്നു. ഇതെല്ലാം കാർ ഓടിക്കുന്ന വേളയിൽ ബാലൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ബ്രിജിത്താമ്മയുടെ മരണശേഷം താനും മനുവും കൂടി അലീനയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത്. ബാലൻ ഇപ്പോഴും ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ്. വൈജയന്തിയുടെ കോൾ വരുന്നുണ്ടെങ്കിലും അത് അറ്റൻഡ് ചെയ്യുന്നില്ല. കോൾ അറ്റൻഡ് ചെയ്യാത്തത് കാരണം തുടരെ വൈജയന്തി പിന്നെയും വിളിക്കുന്നുണ്ട്. ഈ സമയം മാമച്ചനും ഗ്രേസി ആൻറ്റിയും രേവതിക്കുട്ടിയും യാത്ര കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കാറ് വന്ന് നിർത്തിയിട്ടും എന്താണ് നിങ്ങളാരും വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്തതെന്ന് അവിടെ ജോലി ചെയ്യുന്നയാൾ ചോദിക്കുമ്പോൾ, യാത്ര ചെയ്ത് അത്രയ്ക്കും അടുത്തു, 400 കിലോമീറ്ററാണ് ഓടിയത്. ഇത് കേൾക്കുന്ന മാമച്ചൻ, ഓടിയതല്ല ഞാനാ കഷ്ടപ്പെട്ട് ഓടിച്ചതെന്ന് പറയുന്നു. മാത്രമല്ല ജോസൂട്ടിയോടെ പറയുന്നുണ്ട്, ജോസൂട്ടി ഞങ്ങൾ ആകെ തളർന്നു വന്നിരിക്കുകയാണ്, ഇനിയിപ്പം നീ പോയി ഫുഡ് മേടിച്ചോണ്ട് വാ, അല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് വയ്യ. കാറിൽ നിന്ന് ചാടിത്തുള്ളി ഇറങ്ങുന്ന രേവതിക്കുട്ടിയോടായി ജോസൂട്ടി, അല്ല രേവതിക്കുട്ടിക്ക് ക്ഷീണമൊന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഫുഡൊക്കെ അവൾ തന്നെ ഉണ്ടായിക്കോളത്തില്ലേ? ഇത് കേൾക്കുന്ന രേവതി മറുപടിയായി, ആഹാ അതൊന്നും ശരിയാവത്തില്ല, ക്ഷീണം ഇല്ലാന്ന്. ഇത് കേൾക്കുന്ന ഗ്രേസി ആൻറ്റി ജോസൂട്ടിയോടായി, അവളോട് തർക്കിച്ചോണ്ട് നിൽക്കാതെ നീ പോയി ഫുഡ് വാങ്ങിച്ചോണ്ട് വാ. അതിപ്പോ നിങ്ങൾ ഇതിനകത്ത് തന്നെ ഇരുന്നാ ഞാനെങ്ങനെയാ പോകുന്നേ? കാറുണ്ടേലല്ലേ പോയിട്ട് വരാൻ പറ്റൂ. ഇത് കേൾക്കുന്ന ഗ്രേസി ആൻറ്റി, നീ ജീപ്പിൽ പോയാൽ മതി. ഇത് കേൾക്കുന്ന ജോസൂട്ടി, അതൊന്നും പറ്റത്തില്ല, എനിക്ക് കാറിൽ തന്നെ പോകണം. ഇതും പറഞ്ഞ് മാമച്ചൻ്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിക്കുന്നു. കാറിൽ നിന്ന് ഇറങ്ങുന്ന ഗ്രേസി ആൻറ്റി, ഹോ എന്തൊരു ക്ഷീണമായിപ്പോയി. ഇത് കേൾക്കുന്ന ജോസൂട്ടി, എന്നാലും ഞാൻ അന്യനായോണ്ടല്ലേ എന്നെ നിങ്ങൾ കൊണ്ടുപോകാഞ്ഞേ? അപ്പോൾ പിന്നെ രേവതിക്കുട്ടി ഞങ്ങൾ കൊണ്ടുപോയതോ ബന്ധുവായിട്ടാണോ? ഇപ്പം അല്ലായിരിക്കും, പക്ഷേങ്കിൽ കറങ്ങിത്തിരിഞ്ഞ് ബന്ധുവായിട്ട് വരരുത്. ഇത്രയും പറഞ്ഞ് ജോസൂട്ടി വണ്ടിയെടുത്ത് ഫുഡ് വാങ്ങിക്കാനായിട്ട് പോകുന്നു. ഈ സമയം ബാലൻ വീട്ടിൽ നടന്ന വേറെ ചില സംഭവങ്ങൾ ഓർക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം അലീനയെ കൊണ്ട് വൈജ ജോലി ചെയ്യിപ്പിക്കാനായിട്ട് പോയപ്പോൾ താനായിരുന്നുവല്ലോ തടഞ്ഞത്. ഡോക്ടർ പറഞ്ഞ പ്രകാരം ഇപ്പോൾ ഇവൾക്ക് അത്യാവശ്യം വേണ്ടുന്നത് റെസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് അലീനയ്ക്ക് വേണ്ടി ഞാനായിരുന്നല്ലോ വൈജയ്ക്കെതിരെ വാദിച്ചത്. ഇവൾക്ക് കൂടെ വേണ്ടി വെച്ചു വിളമ്പാൻ തനിക്ക് വയ്യെന്ന് വൈജ പറഞ്ഞപ്പോൾ, നിന്റെ സ്വന്തം മക്കൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നീ അത് ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിന് ഇവൾ എൻ്റെ മകളല്ലല്ലോ എന്നായിരുന്നല്ലോ വൈജയുടെ മറുപടി. അന്ന് അലീന പറഞ്ഞത് ബാലൻ ഓർക്കുന്നു. എന്നാ എന്നെ കൂടി മകളായിട്ട് കരുതിക്കുവോ? ഇങ്ങനെയുണ്ടായ ഓരോരോ സംഭവങ്ങളും ബാലൻ എല്ലാം കൂടി ഇപ്പോൾ കോർത്തിണക്കി വായിച്ചു നോക്കുകയാണ്. ഇതെല്ലാം കാരണം ബാലൻ ഇപ്പോൾ ആകെ വിഷമത്തിലാണ്. ഈ സമയം അലീന ഇത്ര നേരമായിട്ടും വീട്ടിലേക്ക് ബാലൻ തിരിച്ചെത്താത്തത് കാരണം അതിനെപ്പറ്റി സംസാരിക്കാനായി മനുവിനെ വിളിച്ചിരിക്കുകയാണ്. കോൾ എടുക്കുന്ന മനുവിനോടായി, ഏട്ടൻ തിരക്കിലാണോ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. മനു മറുപടിയായി, അതൊന്നും കുഴപ്പമില്ല, എന്താ കാര്യമെന്ന് പറഞ്ഞോളൂ. ഇപ്പോൾ അലീന മടിച്ച് അവസാനം കാര്യം പറയുകയാണ്, ഞാൻ ചിലപ്പോൾ നാളെ തന്നെ ഇവിടുന്ന് പോകും. ഇത് കേട്ട് ഞെട്ടലോടെ മനു, നാളെയോ? നാളെ പോകുമെന്നോ? എനിക്കിവിടം ഒട്ടും പറ്റുന്നില്ല മനുവേട്ട. മാഡം ഇപ്പോൾ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. എന്നെ ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ളതുപോലെ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. കുട്ടികളോടും ഭയങ്കര ദേഷ്യം. ഇനി ഇവിടെ നിന്നാ ശരിയാകത്തില്ല. ഇത് കേൾക്കുന്ന മനു, ഞാൻ ആൻറ്റി ഒന്ന് വിളിച്ചാലോ? മറുപടിയായ ലീന, അത് വേണ്ട, ഞാൻ മാഡത്തിനോട് രോഹിത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, അവൻ ഇപ്പോഴും അവൻ ചെയ്ത തെറ്റ് മനസ്സിലായിട്ടില്ല. അവനത് തിരുത്താനും തയ്യാറല്ല. എൻ്റെ ഈ ചിന്ത അതത്ര ശരിയല്ലല്ലോ എന്ന് തോന്നിയിട്ട് അവസാനം ഞാൻ മാഡത്തിനോട് പറഞ്ഞത്. ഇത് കേൾക്കുന്ന മനു, ഇതൊക്കെ നേരത്തെ പറയേണ്ടതല്ലായിരുന്നോ? ഇപ്പം പക്ഷേ വൈകിപ്പോയി. ഇല്ല മനുവേട്ട, ഇപ്പോഴും മാഡം എന്നെയാ കുറ്റം പറയുന്നേ. ഞാൻ ഈ വീട്ടിൽ വന്നതാണ് സകല കുഴപ്പത്തിന് കാരണം എന്ന്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാരണമായ മാഡത്തിൻ്റെ അച്ഛനാണ് ഒന്നാം പ്രതി. രണ്ടാം പ്രതി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന മനുവേട്ടൻ.
മൂന്നാം പ്രതി ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത ബാലചന്ദ്രൻ സാറും. ഇത് കേൾക്കുന്ന മനു, ഓ ഇപ്പം അങ്ങനെയാണോ? മറുപടി അലീന, ഇപ്പം മാത്രമല്ല എപ്പോഴും അതങ്ങനെ തന്നെയായിരിക്കും. ഇതിലിപ്പോൾ ഒന്നാം പ്രതി മരിച്ചുപോയി. രണ്ടും മൂന്നും പ്രതികളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും പെടാത്ത ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാൽ അതെല്ലാം ശരിയാവുമെന്നാണ് മാഡത്തിൻ്റെ വിശ്വാസം. ഞാനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് മാഡം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതൊക്കെ കൊണ്ട് ഞാൻ പോയേക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. ഇത് കേൾക്കുന്ന മനു എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ തൽക്കാലത്തേന് ഞാൻ മാമച്ചനങ്ങളുടെ വീട്ടിലോട്ട് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായി പോയല്ലോ. എനിക്കാണെങ്കിലും പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെയായി. അതൊന്നും സാരമില്ല എന്ന് അലീന പറയുന്നുണ്ട്. ഞാൻ എറണാകുളത്തേക്കല്ലേ വരുന്നത്, മാമച്ചനങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലിക്ക് ട്രൈ ചെയ്യാം. അല്ല, അലീന ഇപ്പം പോയി കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ കാര്യം എന്ത് ചെയ്യും? അതൊരു വലിയ പ്രശ്നം തന്നെയാണ് മനുവേട്ടാ. പക്ഷേ മാഡത്തിന് സ്വന്തം അമ്മയോടുള്ള സ്നേഹത്തിനെക്കാട്ടിലും വലുതാണ് എന്നോടുള്ള വാശി. ആൻറ്റിയെ പോലുള്ളവരെയൊന്നും തിരുത്താനായിട്ട് പറ്റത്തില്ല അലീനെ. അവരുടെ വിചാരം അവരാണ് ഏറ്റവും വലിയ ശരിയെന്ന്. ഇവരെ പോലുള്ളവരെ ഉപദേശിക്കുന്നതും തിരുത്തുന്നതും ഒക്കെ പാഴ്വേലയാണെന്നാണ് മനു പറയുന്നത്. ഓ, അപ്പോൾ മനുവേട്ടിന് ഇതൊക്കെ അറിയാമല്ലേ? അറിഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് എന്താ ഫലം? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ. അവസാനമായി അലീന, ഇനി ഇവിടുന്ന് പോകാൻ നേരം ഞാൻ വിളിക്കാം കേട്ടോ. ഇപ്പോൾ ഇടറുന്ന സ്വരത്തിൽ മനു, എവിടെ പോയാലും എന്നെ കണ്ടിട്ടേ പോകാവൂ കേട്ടോ. എന്നാൽ ശരി മനുവേട്ടാ, ഞാൻ ഫോൺ വെക്കുവാണേ എന്ന് പറഞ്ഞ് അലീന കോൾ കട്ട് ചെയ്യുന്നു. ഈ സമയം രേവതിക്കുട്ടിയും മാമച്ചനങ്ങളും ഗ്രേസി ആൻറ്റിയും കൂടെ തങ്ങൾ പോയ കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആൻറ്റി, ഞാൻ പറഞ്ഞതിനെപ്പറ്റി ശരിക്കൊന്ന് ആലോചിച്ചെന്ന് ഗ്രേസി ആൻറ്റിയോടായി രേവതി. അതായത് ഷെറിന് കല്യാണം കഴിഞ്ഞ് 1 വർഷത്തോളം യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല അല്ലേ? കല്യാണത്തിന് ശേഷം 1 വർഷത്തോളം അടിച്ചു പൊളിച്ച് ജീവിച്ചു. അപ്പോഴും കുഴപ്പമൊന്നുമില്ല. അതും ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ ആണെന്ന് സപ്പോർട്ടിന് മാമച്ചനും പറയുന്നുണ്ട്. ഷെറിൻ ചേച്ചി ഒരു കുഞ്ഞിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞോന്ന് നമ്മളോടും ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ശരി വെച്ചുണ്ട് ഗ്രേസി ആൻറ്റി. ആ ചോദിച്ചു. എന്തുകൊണ്ടായിരിക്കും ചേച്ചി അങ്ങനെ ചോദിച്ചത്? അത് ചിലപ്പോൾ ഷെറിന് ഒരു കുഞ്ഞുണ്ടായിരുന്നു കാണും. അത് ചിലപ്പോൾ മരിച്ചു പോയിട്ടും ഉണ്ടാവുമായിരിക്കും. യു ആർ കറക്റ്റ് എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി മാമച്ചനോടായി പറയുന്നു. ഇപ്പോൾ രേവതി മാമച്ചനോടായി, ഈ തല നിറച്ച് കളിമണ്ണാന്ന് വാദിക്കുന്നത് വെറുതെ അല്ലേ? ഈ തലയിൽ ലേശം ബുദ്ധിയുണ്ടല്ലേ? ഷെറിൻ ചേച്ചിക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കല്യാണത്തിന് ശേഷമാണോ അതോ കല്യാണത്തിന് മുമ്പായിരിക്കുമോ? ആൻറ്റിയുടെ തല വെച്ചിട്ട് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയെന്ന് രേവതിക്കുട്ടി പറയുന്നു. കല്യാണത്തിന് ശേഷം അവർ 1 വർഷമല്ലേ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ. ആ 1 വർഷത്തിനിടയിൽ ആൻറ്റി ചേച്ചി കുഞ്ഞിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇനി അഥവാ പ്രസവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ അത് കുവൈറ്റിൽ വെച്ചിട്ടായിരുന്നോ അതോ കേരളത്തിൽ വെച്ചിട്ടായിരുന്നോ എന്ന് രേവതിക്കുട്ടി ഇപ്പോൾ ചോദിക്കുന്നു. അത് ആദ്യത്തെ പ്രസവമല്ലേ? അത് ചിലപ്പോൾ കേരളത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നാണോ? അതിപ്പോൾ കുവൈറ്റ് വെച്ചിട്ടാവുമ്പോൾ അമ്മയും കുഞ്ഞിനെ നോക്കാൻ വേണ്ടപ്പെട്ടവരുണ്ടാകില്ലല്ലോ. അപ്പോൾ കുവൈറ്റ് വെച്ചിട്ട് പ്രസവിച്ചിട്ടില്ല, പക്ഷേ നാട്ടിലെത്തി ഭാര്യയും കുഞ്ഞിനെയും അയാൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടാവുമോ? ഏയ്, അങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ടാവത്തില്ല. ആ പെണ്ണ് ഷെറിൻ പ്രസവിച്ചിട്ടുള്ള കാര്യമേ പറഞ്ഞിട്ടില്ലല്ലോ. തുടരെയുള്ള രേവതിക്കുട്ടിയുടെ ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് കഴിയാതെ അവസാനം ഗ്രേസി ആൻറ്റി, നീ എന്നതാ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല എന്ന് രേവതിക്കുട്ടിയോടായി പറയുന്നു. എൻ്റെ ആൻറ്റി, കല്യാണത്തിന് മുൻപേ ആയിരുന്നു പ്രസവമെന്ന്. അന്ന് ആൻറ്റി ചേച്ചി കല്യാണം കഴിഞ്ഞ് വലതുകാലം വെച്ച് കൊട്ടാരമുറ്റത്തേക്ക് വന്ന് കയറിയിട്ടില്ലാന്ന്. അത് നിനക്കെങ്ങനെയാ മനസ്സിലായെന്നാണ് മാമച്ചൻ ചോദിക്കുന്നത്. അങ്കിളെ, ആൻറ്റീസിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2 വർഷമല്ലേ ആവുന്നുള്ളൂ. ഇതൊക്കെ കേൾക്കുന്ന മാമച്ചൻ, എൻ്റെ പൊന്നെ, ഇവളെ സൂക്ഷിക്കണമല്ലോ, എന്തൊക്കെയാ ഇവള് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നേ. അപ്പോൾ അങ്ങനെ കല്യാണത്തിന് മുമ്പാണ് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കുഞ്ഞായിരിക്കുമെന്ന് ഇപ്പോൾ രേവതി ചോദിക്കുമ്പോൾ മൊത്തത്തിലൊന്ന് ആലോചിച്ച ശേഷം ഗ്രേസി ആൻറ്റി നിറകണ്ണുകളോടെ, അത് ഞങ്ങളുടെ ജോമോന്റെ കുഞ്ഞല്ലേ, നിങ്ങളുടെ മാത്രമോ? ഇപ്പോൾ ഞാനും ഈ വീട്ടിലുള്ളതല്ലേ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ മാമച്ചൻ, അത് ശരിയാ, ഇപ്പൊ നീയും ഈ വീട്ടിലുള്ളതാ, അതുകൊണ്ട് നമ്മുടെ ജോമോന്റെ. മാമച്ചായ, അതിനർത്ഥം ഷെറിൻ നമ്മുടെ ജോമോന്റെ കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് തന്നെയല്ലേ? കല്യാണത്തിന് മുമ്പ് ഷെറിൻ ചേച്ചിക്ക് മാനസിക രോഗമില്ലായിരുന്നു. എന്താ കാര്യം? പ്രസവിച്ച കുഞ്ഞിനും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് കല്യാണാലോചന. അത് ഷെറിൻ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് പലതും പറഞ്ഞ് സമ്മതിപ്പിച്ച് അവസാനം കല്യാണം നടത്തി. ചേച്ചി ഹസ്ബൻഡിൻ്റെ കൂടെ കുവൈറ്റിലേക്കും പോയി. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും സമനില തെറ്റി. എന്തായിരിക്കും അതിൻ്റെ കാരണം? കേൾക്കുന്ന മാമച്ചൻ, അത് ആർക്കറിയാം? ഇവിടെയായി രേവതി ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെ കാത്ത് പരിപാലിച്ചോളാം എന്നൊക്കെ പറഞ്ഞായിരിക്കുമല്ലോ ചേച്ചിനെ കല്യാണം കഴിപ്പിച്ചയച്ചത്. അപ്പോൾ ചേച്ചി നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞെവിടെ? കാണാനായിട്ടില്ല. അതിനെപ്പറ്റി ഇപ്പോൾ അന്വേഷിക്കണമെങ്കിൽ ഒന്നേന്ന് അന്വേഷിച്ച് തുടങ്ങണം. അതിപ്പോൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ന് പറഞ്ഞ് രേവതി അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് മാമച്ചനും ഗ്രേസി ആൻറ്റിയും. അങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിലാക്കിയിട്ട് രേവതിക്കുട്ടി പെട്ടെന്ന്, ആ
ഇന്നിപ്പോൾ ഉറക്കം പോയി കിട്ടിയില്ലേ? ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാണേ എന്ന് പറഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കുന്നു. ഈ സമയം ബാലൻ ആഗ്രയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി പെട്രോൾ അടിക്കുന്നുണ്ട്. അതേസമയം തന്നെ വൈജയുടെ കോളുകൾ തുരുതുരയായി തന്റെ ഫോണിലേക്ക് വരുന്നുണ്ട്. അതൊന്നും തന്നെ ബാലൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ബാലന്റെ കാർ വീണ്ടും കുറെ ദൂരം മുൻപിലേക്ക് പോവുകയാണ്. ഈ സമയവും വൈജ ബാലനെ വിളിക്കുന്നുണ്ട്. ബാലൻ പക്ഷേ എന്തോ ഉറപ്പിച്ച മട്ടിലെന്നോണം യാത്ര തുടരുകയാണ്.